ഹലോ, വെൽക്കം ടു മൈ ആറ്റുകാൽ പൊങ്കാല വ്ളോഗ്. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്തൊന്നും അല്ല, എൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ. സോ എൻ്റെ വീട്ടിലാണ് പൊങ്കാല ഇടുന്നത്. എൻ്റെ അമ്മായിമാരും അമ്മയും അവരൊരു ടീമായിട്ട് ട്രിവാൻഡ്രത്തൊക്കെ പോയിട്ടാണ് പൊങ്കാല ഇട്ടത്. ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡിൽ ചെറുപ്പത്തിൽ 8-ലൊക്കെ പഠിക്കുമ്പോൾ, ഒരുപാട് ചെറുപ്പത്തിലല്ല 8-ൽ പഠിക്കുന്ന സമയത്ത് ഒരു തവണ ആറ്റുകാൽ പോയി പൊങ്കാലയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നീട് വന്നിട്ടില്ല. നെക്സ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോൾ അവിടെ വന്ന് ഇടണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ. കാരണം എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നൊരു സംഭവമാണല്ലോ. സോ ഞാൻ രാവിലെ എണീറ്റു, പിന്നെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ്. അഖിലേട്ടൻ വീട്ടിലുണ്ട് കേട്ടോ, അഖിലേട്ടൻ അച്ഛനൊക്കെ ഉണ്ട്. സോ ഞാൻ ഇഡ്ഡലിയൊക്കെ റെഡിയാക്കുവാണ്. ഫസ്റ്റ് ടൈമാണ് ഞാനൊരു പായസം തന്നെ വെക്കുന്നത്. പായസമാണോ പൊങ്കാലയാണോ എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടാക്കാനൊന്നും അറിയില്ല കേട്ടോ. ചെറുതായിട്ടൊക്കെ പാളിപ്പോയിരുന്നു. പക്ഷേ എൻ്റെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ചെറിയൊരു കലത്തിൽ കുറച്ച് മാത്രമേ ഞാൻ പൊങ്കാല വെച്ചുള്ളൂ കേട്ടോ. അപ്പം മുറ്റത്തൊക്കെ മഞ്ഞൾ വെള്ളമൊക്കെ തെളിച്ച് പിന്നെ കോലമൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പിന്നെ റെഡിയാവും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുക. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ പൊങ്കാല ഇടുന്നതും കാര്യങ്ങളൊക്കെ. പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കിയ ശേഷം പിന്നെ ഞാൻ റെഡിയാവുകയാണ്. ഏകദേശം ഒരു 1 വീക്കായിട്ട് പല്ലിൻ്റെയൊക്കെ ഒരു കാരണങ്ങൾ കൊണ്ടാണ് വീഡിയോൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ കമ്മിയായത് കേട്ടോ. സോ എനിക്ക് അത്യാവശ്യം ഞാനത് വീഡിയോയിലൂടെ ഇപ്പോൾ ഷെയർ ചെയ്യുന്നില്ല. സോ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് കുളിച്ച ദിവസമാണ് കേട്ടോ. അങ്ങനെ കുളിച്ച് റെഡിയാവുകയാണ്. എനിക്ക് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട്, അതുപോലെ യൂട്യൂബിലും വരാറുണ്ട് എൻ്റെ താലി ഡിസൈനിനെ കുറിച്ചിട്ട് കേട്ടോ. ഇത് പറയാൻ കിട്ടിയ ഒരു സന്ദർഭമായതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ടുമാണ് പറയുന്നത്. ഇനി ചോദിക്കരുത് അല്ലെങ്കിൽ അങ്ങനെ. അപ്പോൾ എൻ്റെ താലി എന്ന് പറഞ്ഞാൽ നമ്മളതിനെ താലി എന്നല്ല കൂടുതലും കേട്ടിട്ടുള്ളത്, മംഗല്യം ഓർ മാംഗല്യം എന്നാണ് പറയുക. നമുക്കിവിടെ കേരളത്തിൽ എല്ലാവരുടെയും ഈ ഒരു താലി ഡിസൈൻ അല്ലെങ്കിൽ കിട്ടത്തില്ല കേട്ടോ. കാരണം ചോളവംശത്തിൻ്റെയൊക്കെ ഒരു എൻഡോട് കൂടി തഞ്ചാവൂരിൽ നിന്ന് കുടിയേറി പാർത്തവരാണ് ഞങ്ങൾ. അതുപോലെ ഞാൻ ബ്രാഹ്മണല്ല കേട്ടോ. അങ്ങനെ കുടിയേറി പാർത്തപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് തമിഴ് കൾച്ചർ ആൻഡ് ഇവിടുത്തെ കൾച്ചർ എല്ലാം കൂടെ പെട്ടു. എല്ലാവരും കച്ചവടക്കാരും വ്യാപാരക്കാരും ഒക്കെ ആയിരുന്നു. എല്ലാവരും കണ്ണകിയുടെ അമ്പലത്തിൻ്റെ അടുത്തായിട്ട് അല്ലെങ്കിൽ ദേവീക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് കുടിയേറി പാർത്തത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മാംഗല്യം ദേവിയും കണ്ണകി ദേവിയുമായിട്ടൊക്കെ ഒരു കണക്ഷൻ ഉണ്ട്. കേരളത്തിൽ പാലക്കാട് ചെറുതല്ല, ചില കടകളിൽ മാത്രമേ നമുക്കിത് ശരിക്കും ഈ ഡിസൈൻ കിട്ടത്തുള്ളൂ കേട്ടോ. സോ അതുകൊണ്ട് ഞാനിത് ഒരു സന്ദർഭം കിട്ടിയത് കൊണ്ട് മാത്രമാണ് വിശദീകരിച്ചത്. എനിക്കത്ര താല്പര്യമില്ലാത്ത വിഷയമായതുകൊണ്ട് ഇങ്ങനൊരു സന്ദർഭം കിട്ടിയപ്പോൾ കുറേ പേര് ചോദിക്കുന്നതും കൊണ്ട് പറഞ്ഞതാണ്, തെറ്റായിട്ട് എടുക്കരുത് കേട്ടോ. സോ ആദ്യമായിട്ടാണ് ഞാൻ പൊങ്കാല വെക്കുന്നത് കേട്ടോ. അതും കണ്ണകി ദേവിക്ക് വേണ്ടിയിട്ട് തന്നെയാണല്ലോ. കണ്ണകി എന്നും പറയും, കർണകി എന്നും പറയും കേട്ടോ. അപ്പോൾ എനിക്ക് ഏതാണ് ശരിക്കെന്ന് കിട്ടാത്തതുകൊണ്ടാണ്. അതിലും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ആദ്യമായിട്ട് പൊങ്കാല വെക്കുകയാണ് കേട്ടോ. തെറ്റുകളും കുറവുകളും ഒക്കെ ഉണ്ടാവും. കറക്റ്റ് ആറ്റുകാല എപ്പോഴാണോ അടുപ്പ് കത്തിക്കുന്നത് അതേ സമയത്താണ് ഞാൻ എൻ്റെ വീട്ടിൽ ഗ്യാസ് കത്തിച്ചിട്ട് പൊങ്കാല അടുപ്പത്തിട്ടത്. ലൈഫിലെ ആദ്യമായിട്ടാണ് ഇതിങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. സോ അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സത്യത്തിൽ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ അടുക്കള ഫുള്ള് പുകമയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല സാമ്പ്രാണിയാണ് കത്തിച്ച് വെച്ചത്. അതിൻ്റെ കൂടെ ഈ പൊങ്കാല ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ നമുക്ക് കിട്ടിയൊരു ചൈതന്യം ഉണ്ട് കേട്ടോ. അഖിലേട്ടന് പൊതുവെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത്ര അങ്ങനെയല്ല, വിശ്വാസം ഉണ്ടെങ്കിൽ ആ ഒരു ആൺകുട്ടികളല്ലേ. പക്ഷേ അഖിലേട്ടനടക്കം ആ ഒരു ചൈതന്യം ഫീൽ ചെയ്തു. അതെങ്ങനെ എനിക്ക് പറഞ്ഞറിയിക്കണം എന്നറിയില്ല. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, ട്രിവാൻഡ്രത്തൊക്കെ പൊങ്കാല ഇടുന്നവരൊക്കെ എത്രമാത്രം ഹാപ്പി ആയിട്ടായിരിക്കും, ഗ്രേറ്റ്ഫുൾ ആയിട്ടായിരിക്കും ഇടുന്നതെന്നുള്ളത്. അടുത്ത കൊല്ലമൊക്കെ അവിടെ വന്ന് ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ പൊങ്കാല പൊന്തുന്നത് കണ്ടോ, ഇത്രയും നല്ലൊരു ഗ്രേറ്റ്ഫുൾ മൊമെൻ്റ് ആയിരുന്നു കേട്ടോ എനിക്ക്. അങ്ങനെ നമ്മൾ വെച്ചു. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, എനിക്ക് എത്ര മധുരം ഇടണം എന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ വെല്ലം ഒരു 2 എണ്ണമൊക്കെയാണ് ഇട്ടത്. അഖിലേട്ടനോട് ചോദിച്ചപ്പോൾ മതി എന്ന് പറഞ്ഞു. പക്ഷെ മധുരം കുറച്ചധികം ആവശ്യമുള്ളതായിരുന്നു കേട്ടോ. മധുരം കുറച്ചധികം വേണമായിരുന്നു. മധുരേ ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിലേറെ കൺസിസ്റ്റൻസി ഒക്കെ അടിപൊളിയായിട്ട് വന്നു. അതുപോലെ നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം ഒന്നിനും ഒരു കുറവ് വരുത്തിയിട്ടില്ല. പക്ഷെ മധുരം മാത്രം കുറച്ച് കുറഞ്ഞു പോയി. പക്ഷെ അതിന് മുമ്പ് തന്നെ എനിക്ക് ഇട്ടാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ പൂജ കഴിഞ്ഞ ശേഷമാണ് ടേസ്റ്റ് ചെയ്ത് നോക്കിയതല്ലോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ വിചാരിച്ചു കുറച്ച് മധുരം ഉണ്ടാവും എന്നുള്ളത്. ശരിക്കും കുറച്ചേ വെച്ചുള്ളൂ, വളരെ കുറച്ചേ വെച്ചുള്ളൂ കേട്ടോ. അപ്പോൾ മധുരം എന്താ പറയുക, ഇങ്ങനെ കുറഞ്ഞു പോയി. സാരില്ല, അടുത്ത തവണ നമുക്ക് മധുരം റെഡിയാക്കാം. പക്ഷേ ഞാൻ ഭയങ്കര ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ആയിരുന്നു. അതിനുശേഷം നമ്മൾ പൂജയൊക്കെ കഴിഞ്ഞിട്ട് പ്രസാദം ഞാൻ തന്നെയാണ് ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കിയത് കേട്ടോ. സോ അങ്ങനെ ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കുഞ്ഞു പൊങ്കാല വീഡിയോ. സോ ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ച് കളയണം കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.